1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മൂന്നാം ദിനവും മനുഷ്യമൃതദേഹങ്ങളുമായി ഒഴുകുകയാണ് ചാലിയാർ. മനുഷ്യ ശരീരവും മരങ്ങളും മത്സ്യങ്ങളും അഴുകിയ ദുർഗന്ധമാണ് ചാലിയാറിന്റെ തീരങ്ങളിൽ വമിക്കുന്നത്. 56 മൃതദേഹങ്ങളും 86 ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ ചാലിയാറിൽ നിന്നും കണ്ടെടുത്തത്. ചാലിയാറിനെ കണ്ണീരിലാഴ്ത്തി മൂന്നാം ദിവസവും മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 3 മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവുമാണ് ചാലിയാറിൽ നിന്നും ലഭിച്ചത്. ചുങ്കത്ര പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്തു നിന്നുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നിലമ്പൂർ കളത്തുംകടവ് ഭാഗത്തു നിന്നും ഒരു മൃതദേഹവും കുമ്പളപ്പാറയിൽ നിന്നും ഒരു ശരീരഭാഗവും കണ്ടെത്തി. കൂടുതൽ മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കണ്ടെടുത്ത മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞു. 56 മൃതദേഹങ്ങളും 86 ശരീരഭാഗങ്ങളുമാണ് 3 ദിവസങ്ങളിലായി നടന്ന തിരച്ചിലിൽ ഇതുവരെ ചാലിയാറിന്റെ പരപ്പൻപാറ മുതൽ ഒടായിക്കൽ വരെ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരച്ചിലിൽ കണ്ടെടുത്തത്. ചാലിയാറിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കേരള അതിർത്തിക്കുമപ്പുറം പരപ്പൻപാറ വരെ ഇന്നലെ ERF-ഉം വനപാലകരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് തിരച്ചിൽ നടത്തി. ഇന്ന് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. പോത്തുകൽ പഞ്ചായത്തിലെ മുക്കംകടവ് മുതൽ പരപ്പൻപാറ വരെ ഏകദേശം 15 കിലോമീറ്റർ ഭാഗത്താണ് അതിസാഹസികമായി ERF ടീമും വനപാലകരും ഇന്നലെ തിരച്ചിൽ നടത്തിയത്. 10 ശരീരഭാഗങ്ങളും ഒരു മൃതദേഹവും ഈ ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്തു. ചാലിയാറിന്റെ മറുകരയിൽ നിന്നായതിനാൽ 15 കിലോമീറ്റർ ചുമന്നാണ് മൃതദേഹങ്ങൾ എത്തിച്ചത്. മുക്കംകടവ് മുതൽ മമ്പാട് പഞ്ചായത്തിലെ ഒടായിക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ പോലീസ്, അഗ്നിരക്ഷാസേന, സന്നദ്ധ സംഘടനകൾ എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകി. ചൊവ്വാഴ്ച 32 മൃതദേഹങ്ങളും 25 ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചതെങ്കിൽ ഇന്നലെ 56 ശരീരഭാഗങ്ങളും 21 മൃതദേഹങ്ങളുമാണ് ലഭിച്ചത്. ഇന്ന് 3 മൃതദേഹങ്ങളും കണ്ടെടുത്തു. ഇന്ന് കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിക്കുമെന്നാണ് കരുതുന്നത്. കോഴിക്കോട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന വാഴക്കാട് ഭാഗത്തു നിന്നും ഒരു 10 വയസ്സുകാരിയുടെ മൃതദേഹവും ഇന്നലെ ലഭിച്ചിരുന്നു. ERF-ഉം വനംവകുപ്പും ഇന്ന് പരപ്പൻപാറ മുതൽ മുകൾ ഭാഗത്തേക്ക് തിരച്ചിൽ നടത്തുന്നുണ്ട്. പോലീസ്, അഗ്നിരക്ഷാസേനയും വിവിധ ഭാഗങ്ങളിൽ തിരച്ചിലും നിരീക്ഷണവും നടത്തുന്നുണ്ട്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.